ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ ചെറുക്ക, നീയും സൂക്ഷിച്ചോ. ഇവളെ ആ പത്മയുടെ മോളാ. അപ്പോഴേ ചരിത്രം ആവർത്തിച്ചൂന്നിരിക്കും. നിന്നെ തേച്ചിട്ടേ ഇവളുടെ പാട്ടിന് പോകും. ഋതു കരയാതെ. ഏട്ടാ, എന്തിനാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മോൾ അങ്ങനെ പറഞ്ഞത്? അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞത്. സ്വന്തം മകളെ പോലെ ഏട്ടൻ അവളെ വളർത്തിയത്. എന്നാലും ഏട്ടൻ ആ കുഞ്ഞിന്റെ ഹൃദയം തകർത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. എനിക്കത് സഹിച്ചില്ല. പിന്നെ ആ കുഞ്ഞിനെ സഹിക്കോ? നീ എന്നെ ചോദ്യം ചെയ്യാമെന്നാണോ? ഞാൻ എന്റെ ഏട്ടനെ ചോദ്യം ചെയ്യുകയോ? ഒരിക്കലുമില്ല. ഏട്ടൻ എന്റെ രക്ഷകർത്താവ് മാത്രമല്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്തും ഏട്ടനാ. ഏട്ടൻ 99% ശരിയാ. പക്ഷെ 1% ശരികേടുണ്ട്. ഏട്ടത്തോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ. ഏട്ടൻ ഏട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കഥകളാണ്. കഥകൾ ഓരോരുത്തരുടെയും ഭാവനകളാണ്. ഫിക്ഷൻ, വെറും കെട്ടുകഥകൾ. കൽപ്പിത കഥകളൊന്നും സത്യമായിരിക്കില്ല ഏട്ടാ. അവ്യയം കൂടിപ്പോയെങ്കിൽ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇനി പൂങ്കണ്ണീര് ഒഴുക്കിട്ടെ എന്ത് പ്രയോജനം? അവന്റെ അണ്ണാക്കി കൈയിട്ട് കടി മേടിച്ചില്ലേ? നീ തന്നെ സർവ്വതും തൊലച്ചില്ലേ? എല്ലാം അവനെ കൊണ്ട് പറയിപ്പിച്ചു. ഇത്രയും നാളും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ രഹസ്യം അറിയായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അനിയനെ കൊണ്ട് നീ അത് പറയിപ്പിച്ചില്ലേ? ചങ്ക് തകർന്ന അവൻ അകത്തേക്ക് പോയെ. ഇത്രയും നാളെ എന്റെ അനിയൻ ആ ചതിയുടെ വേദന ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുമായിരുന്നു. ഇന്ന് അവനെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചപ്പോ നിനക്ക് സന്തോഷായില്ലേടി? ഇപ്പൊ മനസ്സിലായില്ലേടി? നിന്റെ അമ്മ ഒരിടത്തും സ്ഥാനം ഉറപ്പിക്കാതെ മുങ്ങി നടക്കുന്നതേ എന്തുകൊണ്ടാന്ന്? ഭർത്താവിനെ ചതിച്ച് മറ്റൊരു പുരുഷന്റെ കുട്ടിയെ ഗർഭം ധരിച്ചു. നിർത്തടി. പത്മാവതി സൂര്യമംഗലത്ത് മഹാദേവവർമ്മയുടെയും എന്റെയും മകളാ. അവളെ അങ്ങനെയൊന്നും ചെയ്യില്ല.
ഇതിലെ എന്തൊക്കെയോ ചതിയുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലല്ലോ. തമ്പുരാട്ടിയുടെ മരുമോൻ തന്നെ ഇവിടെ പറഞ്ഞതല്ലേ. പറയാൻ അറപ്പും വെറുപ്പും നാണക്കേടുള്ള കാര്യം അവനെ കൊണ്ട് പറയിപ്പിച്ചു. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ശരിയാ, നിങ്ങൾ തന്ന ഔദാര്യം കൊണ്ടാ ഞങ്ങൾ ജീവിച്ചത്. ആ സഹായത്തിലും ഔദാര്യത്തിലുമാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. മഹാദേവ വർമ്മ സാറ് അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടത്. പക്ഷേ എന്റെയും എന്റെ അനുജന്റെയും കഷ്ടപ്പാടുകൊണ്ട് സൂര്യമംഗലത്തിന്റെ പ്രശസ്തി ഇരട്ടിയായി. മഹാദേവ വർമ്മ സാറിന്റെ പേര് നിലനിർത്തി. പക്ഷേ നിങ്ങളുടെ കോലോത്തിന് ഇത്രയും പേരും പ്രശസ്തിയും നേടിത്തന്ന എന്റെ അനുജന്റെ ജീവിതം എന്തായി? അവൻ തകർന്നില്ലേ? അവൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടില്ലേ? ഭാര്യ മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്നുള്ള ദുഷ്പേര് കിട്ടിയില്ലേ? ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ പൊതുജനങ്ങളുടെ കാര്യം എങ്ങനെ പരിഹരിക്കുന്ന നാട്ടുകാര് ചോദിച്ചു തുടങ്ങില്ലേ? അവളെന്റെ ആങ്ങളയോട് ചെയ്ത ദ്രോഹം അത് സഹിക്കാൻ പറ്റുന്നതാണോ? വഞ്ചകിയായ അവളുടെ അവിഹിത ബന്ധത്തിൽ പിറന്ന മകളെ അവൻ സ്വന്തം മകളായി തന്നെ ഇത്രയും കാലം വളർത്തിയില്ലേ? വളർന്ന് വലുതായപ്പോ അവക്ക് ആഹാരം എല്ലിന്റെ ഇടയിൽ കേറി. അതിന്റെ അഹങ്കാരം. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റില്ലേ? എനിക്ക് നിർത്താൻ പറ്റില്ലടി. അതിനെ സൗകര്യമില്ല. എന്റെ ആങ്ങള അനുഭവിച്ച കാര്യങ്ങളാ ഞാൻ ഹൃദയവേദനയോട് ഇവിടെ പറയുന്നേ. മനസ്സിലായോടി? എടാ ചെറുക്ക, നീയും സൂക്ഷിച്ചോ. ഇവളെ ആ പത്മയുടെ മോളാ. അപ്പോഴേ ചരിത്രം ആവർത്തിച്ചൂന്നിരിക്കും. നിന്നെ തേച്ചിട്ടേ ഇവളുടെ പാട്ടിന് പോകും.